ഇന്ന് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 പ്ലെയിൻ ഹെയർ ബാൻഡാണ് എടുത്തേക്കുന്നത്. രണ്ടെണ്ണം എടുത്തത് ഏതാണോ മാച്ച് ആവുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തേക്കുന്നത്. പിന്നെ ഈ ഹെയർ ബാൻഡ് വാങ്ങിച്ചേക്കുന്നത് മീഷോന്നാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ ഗോൾഡൻ കളറിലുള്ളൊരു ഹെയർ ബാൻഡ് ചെയ്തത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മുത്തുകളാണ്. മുത്തുകളും വൈറ്റ് കളർ ഫോം ഷീറ്റിൻ്റെ ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഫോം ഷീറ്റിൻ്റെ അടിയിൽ ജസ്റ്റ് ചെറിയ കമ്പിയുള്ള ടൈപ്പ് ഫോം ഷീറ്റാണ്. പിന്നെ അതിനകത്തൊരു ചെറിയ നെറ്റിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ കമ്പിയൊക്കെ ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ ഗിയർ വയർ ഞാൻ എത്ര ലെങ്ത്ത് എടുത്തു എന്ന് പറയുന്നില്ല. കാരണം ഞാനിത് ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ലെങ്ത്ത് ഉണ്ട്. അതായത് നമ്മുടെ ഹെയർ ബാൻഡ് കുട്ടികളുടെ സൈഡിലൊക്കെ ഇങ്ങനെ പൂവ് വരുന്ന ടൈപ്പുള്ളൊരു ഇതുപോലെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. അതായത് ഫുൾ കവറിങ് ഫ്ലവർ ഫുള്ളായിട്ടുള്ള കവറിങ് വന്നിട്ടുള്ളതല്ല, റൈറ്റ് സൈഡിൽ ഒരു ഇത്തിരി ഭാഗത്തേക്കുള്ളൊരു കവറിങ് വന്നിട്ടുള്ള ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ലെങ്ത്തിന് ഞാനത് കട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ലെങ്ത്തോടെ പറയാത്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല ഫുൾ കവറിങ് ഫ്ലവർ വന്നിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഏകദേശം ഒരു നീളത്തിൽ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗിയർ വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ തുമ്പത്തായിട്ട് തന്നെ നമ്മളൊരു ബീഡ്സ് ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ടിയാരക്കൊക്കെ ചുറ്റുന്ന പോലെ തന്നെ ബീഡ്സ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ബീഡ്സ് ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ പൂക്കൾ വരുന്ന രീതിയിൽ 3 ബീഡ്സ് വെച്ചിട്ട് ഞാൻ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ 3 ബീഡ്സ് വെച്ചിട്ട് കുഞ്ഞ് ഫ്ലവർ വരുന്ന രീതിയിൽ ചുറ്റിയെടുക്കുകയാണ്. പിന്നെ ചുറ്റിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചുറ്റുമ്പോഴും ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം അങ്ങനെ പല ഡയറക്ഷനിലേക്ക് ചുറ്റുമ്പോൾ ചിലപ്പോൾ അതിനത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലേക്ക് അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തെടുക്കാം. ഇതൊന്നും ഞാൻ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഇങ്ങനെ പറയണമെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്ലവർ ചുറ്റിയെടുക്കുന്നുണ്ട്. ഫ്ലവർ ചുറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ഫോം ഫ്ലവർ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫോം ഫ്ലവറിൻ്റെ അടിയിൽ മറ്റേ കമ്പി ഉണ്ടെന്ന് പറയില്ലേ, ആ കമ്പി ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗിയർ വയർ അതിൻ്റെ ഉള്ളിലേക്ക് വട്ടത്തിൽ ഇങ്ങനെ കയറ്റി വയ്ക്കുക ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ അടിഭാഗത്ത് കണ്ടോ ഞാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ കയറ്റി വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫോം ഫ്ലവറിൻ്റെ ഉള്ളിലൊരു ബോളാണ്, തെർമോക്കോളിൻ്റെ ബോൾ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്കിങ്ങനെ ഈ ഗിയർ വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കാം. അങ്ങനെ ഫ്ലവർ വെച്ചതിന് ശേഷം ഞാൻ ബീഡ്സ് വെച്ചിട്ടുണ്ട്. ബീഡ്സ് വെച്ചേക്കുന്നത് അത് അവിടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ പോലെ 2 സൈഡിലും 3 മുത്തുകൾ വെച്ചിട്ട് കുഞ്ഞി പൂക്കൾ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഞാൻ ഫ്ലവറും ബീഡ്സും വെച്ചിട്ട് ഈ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കണ്ടോ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഐഡിയയിൽ ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതലും ഒരാളുണ്ടാക്കിയ പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും ഉണ്ടാക്കാതെ നമ്മൾ ആരൊക്കെ ആയാലും നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എത്രയൊക്കെ ആയാലും നമ്മൾ മറ്റുള്ളവർ ചെയ്യണ കണ്ടിട്ടാണ്. പക്ഷെ അങ്ങനെ കണ്ടിട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മുടേതായ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു കയ്യൊപ്പ് വയ്ക്കാന്ന് പറയില്ലേ, അതുപോലെ നമ്മുടേതായ എന്തെങ്കിലും ഒന്ന് അതിലൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ആ പ്രൊഡക്റ്റിന് ഇപ്പം എന്താ പറയുക, എനിക്കിപ്പോൾ ഞാൻ എൻ്റെ സ്വയം ഇങ്ങനെ തോന്നി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് എനിക്ക് ഇത്തിരി കൂടി സെയിൽ നടക്കുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പം അതാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ഈ പൂക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫോം ഷീറ്റ് ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി കട്ട് ചെയ്തതിന് ശേഷം ആ ഹെയർ ബാൻഡ് അത് മെറ്റലിൻ്റെ ആയതുകൊണ്ട് ഈ കമ്പി ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞത്, ഈ കമ്പി വെച്ചിട്ടുള്ള ഈ റായിൽ ആ മെറ്റലിൻ്റെ കമ്പികളും ഈ ഗിയർ വയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോം ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം വെട്ടി നമ്മുടെ ഈ ഹെയർ ബാൻഡിൻ്റെ അതേ വീതിയിൽ വെട്ടിയെടുത്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോം ഷീറ്റ് ഞാൻ ആ ഹെയർ ബാൻഡിൽ മൊത്തത്തിൽ വെച്ച് നോക്കിയപ്പോൾ അതും ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ നമ്മൾ ഈ ഫോം ഷീറ്റിൻ്റെ നീളം കട്ട് ചെയ്ത് വരുമ്പോൾ റായിൽ ചുറ്റാനുള്ളതില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചുറ്റി എടുത്താനേ. പക്ഷേ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം എന്തായാലും തൽക്കാലം ഇതെല്ലാം ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇത് B7000ൻ്റെ പശയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, കുറച്ച് നേരം എടുക്കും ഒട്ടാനായിട്ട്. അപ്പോൾ അതേ വേണ്ട ഓരോ വശത്തും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പിടിക്കുക. ഫാൻ്റെ കീഴിലൊക്കെ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വേഗം ഒട്ടിക്കിട്ടും.
അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിനകത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത, കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പൂവിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, ആ മുത്തുകളൊക്കെ വെച്ച് ഇതിലത് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ കണ്ട ഇങ്ങനെ അത് വെച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ഹെയർ ബാൻഡിൽ മൊത്തത്തിൽ അത് ചുറ്റി അതങ്ങനെ ഒട്ടിച്ച് വെക്കാം എന്ന് വെച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് തികഞ്ഞില്ല. എന്തായാലും പോട്ടെ. അപ്പോൾ ഞാൻ ദേ പശ തേച്ച് കൊടുക്കുകയാണ്. പശ തേച്ച് കൊടുത്തതിന് ശേഷം ദേ മുത്തും പൂവൊക്കെ വെച്ചുണ്ടാക്കിയത് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിനകത്തേക്ക്. ഇതൊന്നും എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി പഠിക്കുന്ന സമയത്ത് എനിക്ക് പിന്നീട് അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ബ്ലാക്കിൽ ഒട്ടിച്ചപ്പോൾ അത്ര ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ സിൽവർ കളർ സെലക്ട് ചെയ്തത്. സിൽവറിൽ തന്നെയാണ് ഇതിനൂടെ ഭംഗി എനിക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു ഇത് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാത്തിനും താങ്ക്സ് ഫോർ വാച്ചിങ്.